ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 7 സുന്നത്തുകളുണ്ട്. നമുക്ക് ബിസ്മി പറയണമെന്നറിയാം, ഇരുന്ന് കുടിക്കണമെന്നറിയാം. അതല്ലാതെ 7 സുന്നത്തുകളാണ് ഈ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊന്ന് കേട്ടാലോ, നമുക്കൊന്ന് പഠിച്ചാലോ? അതോടൊപ്പം തന്നെ ഈ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട്. വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് കേടാണ്, ആരോഗ്യം ക്ഷയിക്കും. അങ്ങനെയുള്ള ചില സമയങ്ങളുണ്ട്. അതും ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ മൊത്തം ഒരു വെള്ളം കുടിക്കുന്ന അതുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചയാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുക, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു പോകരുത്. വീഡിയോ അവസാനം വരെ കാണണേ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞ് നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റിത്തരാനും നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള നിഅമത്തുകൾ അതൊക്കെ നിലനിർന്ന് കിട്ടാനും വേണ്ടിയുള്ള ഒരു വലിയൊരു ദുആയാണ് ഹംദ്. എങ്ങനെ ഹംദ് പറയണം? പറഞ്ഞു, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് വലിയൊരു ദുആയാണ്. പഠിച്ചു വെച്ചോ. ഇന്നത്തെ പ്രഭാതത്തിൽ, ഇന്നത്തെ രാവിലത്തെ ക്ലാസ്സിലെ ആദ്യം നമ്മൾ പഠിക്കുന്നൊരു കാര്യം, നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള നിഅമത്തുകൾ നിലനിന്ന് കിട്ടാനും അതുപോലെ ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനുമുള്ള ദുആയാണ്, ഒരു ദിക്റാണ്. എന്താണിത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണല്ലോ വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കുടിക്കുക, ജലം കുടിക്കുക, പാനി കുടിക്കുക, മാവ് കുടിക്കുക, അല്ലേ? നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് വേനൽക്കാലമാകുമ്പോഴും അതല്ലാത്ത സമയത്തും. ഇപ്പം എന്ത് അസുഖമായിട്ടും നമ്മൾ ഇപ്പോൾ ഡോക്ടർമാരെ കാണാൻ പോയാലും ഡോക്ടർമാർ പറയുന്നത് നല്ലതുപോലെ വെള്ളം കുടിക്കണമെന്നാണ്. പനിയാകട്ടെ, അപ്പോൾ പറയുന്നത് വെള്ളം ഒരുപാട് കുടിക്കണം, അത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഏറ്റവും നല്ല വെള്ളം, അല്ലേ? നമ്മുടെ ചർച്ച അതല്ല. ഏറ്റവും നല്ല വെള്ളം അത് എന്താണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്നും ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് വന്ന ഒരു വെള്ളമുണ്ട്. ആ വെള്ളമാണ് ലോകത്തിലെ ഏറ്റവും വളരെ ശ്രേഷ്ഠതയുള്ള വെള്ളം എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ. അതുപോലെ തന്നെ അതിനേക്കാൾ താഴെയുള്ള വെള്ളം അത് സംസം വെള്ളമാണ്. പിന്നെ ഹൗദുൽ കൗസറിലെ വെള്ളമാണ്. പിന്നെ നൈൽ നദിയിലെ വെള്ളമാണ്. പിന്നെ മഴവെള്ളമാണ്. അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഏതുമാവട്ടെ, ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ ജീവന് നിലനിൽക്കാൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരം, നമ്മുടെ ബോഡി, അതിൽ 2/3 ഭാഗവും വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ തനിച്ച പച്ചവെള്ളമല്ല, അത് രക്തമായിട്ടും മറ്റ് ദ്രവങ്ങളായിട്ടുമൊക്കെ വെള്ളമാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ 2/3 ഭാഗവും. ഇങ്ങനെ ലോകം എടുത്തു നോക്കിയാൽ ഭൂമിയുടെ 2/3 ഭാഗവും എന്താണ്? വെള്ളമാണ്. അപ്പോൾ വെള്ളമില്ലാതെ മനുഷ്യന് നിലനിൽക്കൽ അസാധ്യമാണ്. നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമാണ് കുടിക്കാൻ വെള്ളം കിട്ടുക എന്നുള്ളത്. അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാവട്ടെ. ഇനി അടുത്ത ഒരു മഹായുദ്ധം ഉണ്ടാകുമെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയാണെന്ന് പോലും നമുക്ക് സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. വേറൊന്നുമല്ല, ഇന്ന് ശുദ്ധജലം കിട്ടാത്തൊരവസ്ഥയാണ്. പണ്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന കുളങ്ങൾ ഉണ്ടായിരുന്നു. കുളത്തിൽ നിന്ന് ആരും വെള്ളം കുടിക്കൂലല്ലോ, അല്ലേ? കുടിക്കാനുള്ള കുളമുണ്ടായിരുന്നു, കുളിക്കാനുള്ള കുളമുണ്ടായിരുന്നു. 2 കുളമുണ്ടാകും പല വീടുകളിലും, പല തറവാടുകളിലും. 1 കുടിക്കാനുള്ള കുളം, 2 കുളിക്കാനുള്ള കുളം. ഇന്നിപ്പോൾ കുടിക്കാനുമില്ല, കുളിക്കാനും ഇല്ലാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ പൈപ്പ് വെള്ളമാണ്. ഇപ്പോൾ ഈ ആലപ്പുഴ, അതുപോലെ തന്നെ കൊല്ലം ആ ജില്ലകളിലൊക്കെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയും. ജപ്പാൻ വെള്ളം എന്നാണ് ഞങ്ങൾക്ക് പറയാറ്. അതാണ് ഞങ്ങളൊക്കെ കുടിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ കിണർ വെള്ളമൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഈ ആലുവ, എറണാകുളം ഭാഗത്തുകാരൊക്കെ ആലുവ പുഴ വെള്ളം കുടിക്കാറുണ്ട്. അതായത് പെരിയാറിലെ വെള്ളം ശുദ്ധീകരിച്ച് കുടിക്കാറുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ പുഴകളിൽ നിന്നും നദികളിൽ നിന്നൊക്കെ എടുത്ത് ശുദ്ധീകരിച്ച് കിട്ടുന്ന വെള്ളമാണ്. അല്ലാഹു തആല ആ ഒരു അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ഇതുപോലും ഇല്ലാത്ത എത്രയോ നാടുകളുണ്ട്. കുടിക്കാനുള്ള വെള്ളം കിലോമീറ്ററുകൾ പോയി കൊണ്ടുവരുന്ന നാടുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള ശർറ് ബലാ മുസീബ
മുസീബത്തുകളെ തൊട്ട് നമ്മെ കാക്കുമാറാവട്ടെ. ആമീൻ. പറഞ്ഞു വരുന്നത്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഒരു മനുഷ്യൻ അവൻ വെള്ളം കുടിക്കുകയാണെങ്കിൽ അവൻ എപ്പോൾ വെള്ളം കുടിച്ചാലും ഒരു 7 സുന്നത്തുകൾ മറന്നു പോവാൻ പാടില്ല. വെള്ളം കുടിക്കുന്ന സമയത്തുള്ള 7 സുന്നത്തുകൾ. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ബിസ്മി പറഞ്ഞ് ഇരുന്ന് കുടിക്കാറുണ്ട്, അതല്ലാതെ വേറെ സുന്നത്തുകളൊന്നും എടുക്കാറില്ല. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില സുന്നത്തുകളാണ്. ഒന്നാമത്തേത്, വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നായിരിക്കണം കുടിക്കേണ്ടത്. ഇത് നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇരുന്നാണ് കുടിക്കുന്നത്. പക്ഷെ പലപ്പോഴും നിന്ന് കുടിക്കുന്ന ഒരവസ്ഥ പലർക്കുമുണ്ട്. ആ സമയത്ത് ശ്രദ്ധിക്കുക, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിന്ന് വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് മരുന്നില്ലാത്ത പേരില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നേക്കാം. അതുകൊണ്ട് ഇരുന്നായിരിക്കണം വെള്ളം കുടിക്കേണ്ടത്. ഇന്നിപ്പോൾ സയൻറ്റിസ്റ്റുകൾ, ഇന്നിപ്പോൾ ഡോക്ടർമാരൊക്കെ അവരൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു, ഒരുപാട് അസുഖങ്ങൾ, വയറ് സംബന്ധമായ കുടൽ പുണ്ണ് വരുന്നു, വയറ് സംബന്ധമായ അസുഖങ്ങൾ വരുന്നു. കാരണം എന്താണെന്നറിയില്ല, എന്ത് തിന്നിട്ടാണ് എന്നൊന്നും അറിയില്ല. പക്ഷേ ഇതായിരിക്കാം, നിന്ന് വെള്ളം കുടിക്കുക, നിന്ന് ഭക്ഷണം കഴിക്കുക, അത് ശരീരത്തിന് കേടാണ്. ഇരുന്ന് ആയിരിക്കണം വെള്ളം കുടിക്കേണ്ടത്. അതൊന്നാമത്തെ സുന്നത്ത്. 2, വലത് കൈ കൊണ്ടാവണം വെള്ളം കുടിക്കേണ്ടത്. അങ്ങനെ വലത് കൈ കൊണ്ട്. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ആ ഒരു കൈ കൊണ്ട് എങ്ങനെയാ ഗ്ലാസ്സിൽ പിടിക്കുന്നത് എന്ന് കരുതി ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നവരുണ്ട്. ചിലക്കാരെ ഇടത് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ താങ്ങി കുടിക്കുന്നവരുണ്ട്. പരിപൂർണമായ സുന്നത്ത് കിട്ടാൻ നമ്മൾ കഴിക്കുന്ന ആ ഒരു കൈ കൊണ്ട് തന്നെയായിരിക്കണം ഗ്ലാസ് പിടിച്ചു കുടിക്കേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാമോ എന്നൊരു ചർച്ചയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം പറയാം. മൂന്നാമത്തെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ, ഏത് നല്ല കാര്യം ചെയ്താലും ഖിബിലക്ക് അഭിമുഖമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതൊരു സുന്നത്താണ്. നമ്മൾ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുന്നത്താണ്, അതൊരു നല്ല കാര്യമാണ്, അല്ലേ? നല്ലൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഖിബിലക്ക് മുന്നിട്ടിരുന്ന് വെള്ളം കുടിക്കുക അതൊരു സുന്നത്താണ്. അത് ചെയ്തില്ലെങ്കിൽ മഹാപാപമാണ് എന്നൊന്നുമില്ല. സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഖിബിലയിലേക്ക് നേരിട്ടൊക്കെ കുടിക്കാറുണ്ട്. അത് പ്രത്യേകം സുന്നത്താണ്. നബി തങ്ങളുടെ പല കൗലുകളിൽ നിന്നും നമുക്കത് മനസ്സിലാകും. എന്നാൽ അതല്ലാതെ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും പറ്റുമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, പറ്റുമെങ്കിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞു കുടിക്കുക. അതൊരു നല്ല കാര്യമല്ലേ? ആ ഒരു നല്ല ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ ഗുണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നെ 4-മതായി പ്രധാനപ്പെട്ടത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് കൂലി കിട്ടുന്നതാണ്, ഒരുപാട് രോഗങ്ങൾക്ക് ശിഫാവുമാണ് ആ കാര്യം. ഇനി 5-മതായി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിർത്തി കുടിക്കുക. ഒരു ഗ്ലാസ് എന്നല്ല, വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും നിർത്തിയാണ് കുടിക്കേണ്ടത്. ഏറ്റവും നല്ല ആരോഗ്യപരമായ ഒരു വെള്ളം കുടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? അതായത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ, ഈ ഒരു ഗ്ലാസ് വെള്ളം, ഇതൊരു ഗ്ലാസ്സില്ല, ഇത് 3/4 ഗ്ലാസ്സേ ഉള്ളൂ, ആയിക്കോട്ടെ, ഈ വെള്ളം നമ്മൾ എങ്ങനെയാണ് കുടിക്കേണ്ടത്? ഇത് എനിക്ക് സുന്നത്തായ രൂപത്തിലും കുടിക്കാം, ഹെൽത്തി ആയ രൂപത്തിൽ കുടിക്കാം, ഒന്നും ഇല്ലാത്ത, അതായത് നമുക്ക് ശരീരത്തിന് ഉപദ്രവകരമാകുന്ന രൂപത്തിലും കുടിക്കാം. നല്ല ദാഹിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒന്നും നോക്കൂല, നമ്മളിങ്ങനെ കളകളാന്ന് പറഞ്ഞ് കുടിക്കും, അല്ലേ? ഒറ്റയടിക്ക് കുടിക്കും, ശ്വാസം എടുക്കാതെ വിടാതെ നമ്മൾ കുടിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ കുടിക്കരുത്. ഏറ്റവും നല്ല സുന്നത്തായ രൂപം എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 1 ഇറക്കി, പിന്നെ 2 ഇറക്കി, പിന്നെ 3 ഇറക്കി. അങ്ങനെ ഈ ഒരു ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞത് 3 ഇറുക്കെങ്കിലും 3 പ്രാവശ്യമായിട്ടെങ്കിലും കുടിക്കും. 3 എന്ന് പറഞ്ഞ സുന്നത്ത്. അതല്ല, ഇനി 3, 4, 5, 6 എങ്ങനെയാണോ നിർത്തി കുടിക്കുക. ഈ കുടിക്കുമ്പോൾ ഹെൽത്തി ആയ രൂപം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർമാർ, ഈ വൈദ്യന്മാർ പറയാറുണ്ട്, ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിച്ചാൽ അവനക്ക് നല്ല ശ്വാസം എടുക്കുന്നതിലും നിശ്വസിക്കുന്നതിലും, അതായത് ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക, അതിന് വലിയ സഹായകരമാകുന്ന തരത്തിൽ വെള്ളം കുടിക്കാൻ പറ്റും. എങ്ങനെ നമ്മൾ എടുക്കുന്നു? ഉദാഹരണം പറഞ്ഞാൽ, അതായത് വായിലൊന്ന് ചുറ്റിച്ചിട്ട് ഇറക്കുക. പലരും ചെയ്യാത്തൊരു പരിപാടി, നമുക്ക് നേരെ നാവിലൂടെ വെള്ളം ഇങ്ങനെ ഇറക്കുന്ന പതിവാണ് നമുക്ക് ഭൂരിഭാഗം ആളുകൾക്കുള്ളത്. അതിനേക്കാൾ നല്ലത് വായിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് ചുറ്റിക്കുക, എന്നിട്ട് ഇറക്കുക. അതിൻ്റെ അർത്ഥം വായ ഇങ്ങനെ കൊപ്പിളിക്കുക എന്നല്ല, മറിച്ച് ഒന്ന് വായിലൊന്ന് ചുറ്റിച്ചിട്ട് ഇറക്കുക. അതെന്താണ്? നമ്മളൊന്ന് ഈ വെള്ളം കുടിക്കുമ്പോൾ ഇനി മുതലൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വായിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് ഒന്ന് വായിൽ മൊത്തത്തിലൊന്ന് വെള്ളം ചുറ്റിച്ചിട്ട് ഇറക്കുന്ന സമയത്ത് പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവും. അത് നമ്മുടെ പല്ലിന്, നമ്മുടെ ശ്വാസം എടുക്കുന്നതിനും നിശ്വസിക്കുന്നതിനും ഒക്കെ ഗുണകരമാണ് എന്ന് ഈ പഴയകാല വൈദ്യന്മാർ, ആയുർവേദത്തിൻ്റെ വൈദ്യന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വായിൽ ഉമിനീരുണ്ട്, അല്ലേ? ആ ഉമിനീര് അള്ളാഹു തന്നിട്ടുള്ള ഭയങ്കര അനുഗ്രഹമാണ്.
ഉമിനീരുള്ളത് കൊണ്ടാണ് നമ്മുടെ നാവിങ്ങനെ ചലിക്കുന്നത്. എൻ്റെ നാവിങ്ങനെ എന്ന് പറഞ്ഞാൽ ചലിക്കൂലേ, ഞാനിങ്ങനെ പറയുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ചലിക്കാൻ കാരണം എന്താണ്? ഈ ഉമിനീര് ഉള്ളത് കൊണ്ടാണ്. ഉമിനീരാണ് നമ്മുടെ ഈ ഭക്ഷണത്തിന് നല്ല രുചിയോടെ, നാവിൽ നല്ല രുചി തോന്നി നമുക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റുന്നതും, അതുപോലെ നമ്മുടെ ഭക്ഷണം ഉള്ളിലേക്ക് ചെന്നാൽ ദഹന പ്രക്രിയ നല്ലതുപോലെ നടക്കാനും ഒക്കെ കാരണമാകുന്നത് നമ്മുടെ ഉമിനീരാണ്. ഈ ഉമിനീര് കൂടുതലായും കാണപ്പെടുന്നത് നമ്മുടെ ഈ നാവിൻ്റെ താഴ്ഭാഗത്താണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വെള്ളം ചെന്നിട്ട് ആ ഉള്ള ഉമിനീര് നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ അത് വളരെ ഹെൽത്തിയാണ്. വേറെ ആരുടെ ഉമിനീരല്ലോ, നമ്മുടെ സ്വന്തമല്ലേ. അതുകൊണ്ട് അതിങ്ങനെ ഉള്ളിലേക്ക് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ പോയാൽ അത് വേഗത്തിൽ ദഹന പ്രക്രിയ നടക്കാൻ കാരണമാണ്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല ഹെൽത്തിയാവും. അപ്പോൾ അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് 3 ഇറുക്ക, അതായത് അല്പമായി കുടി, ഒറ്റടിക്ക് ഇങ്ങനെ കുടിക്കരുത്. 6-മത്തേത്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. നമ്മൾ സാധാരണ ചിലപ്പോൾ ചില സമയത്ത് എക്കിളെടുക്കാറുണ്ട് അല്ലേ, അങ്ങനെ എക്കിളെടുക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ എക്കിളെടുക്കുന്നത് ഈ വെള്ളം നമ്മൾ നിർത്താതെ കുടിക്കുമ്പോഴാണ്. ഒരു ഗ്ലാസ്, ഒരു കുപ്പി വെള്ളമൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കൂലേ, നിർത്താതെ കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ്, ആ വായു, അത് പുറത്തേക്ക് പോവാൻ പറ്റാതെയുള്ള ഒരു അവസ്ഥയാണ് ഈ നിക്കിൾ എന്ന് പറയുക. അപ്പോൾ പണ്ടുള്ള ഈ പഴയ ഉമ്മുമ്മമാരൊക്കെ ഇങ്ങനെ കുട്ടികളിങ്ങനെ വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എക്കിളെടുക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് പേടിപ്പിക്കും. അല്ലെങ്കിൽ എടാ നീയാണോടെ ഇവിടെ നിന്ന് പഴം എടുത്ത് തിന്ന്, അങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ പറയും. അപ്പോൾ പെട്ടെന്ന് പേടിക്കുന്ന സമയത്ത് അവനറിയാതെ ആ ഗ്യാസ് ഉള്ളിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുവഴി എക്കിള് മാറും. ഇതൊക്കെ പഴയ കാരണവന്മാർ ചെയ്യുന്ന ചില പരിപാടിയാണ്. പറഞ്ഞു വന്നത്, വെള്ളം ഇങ്ങനെ നമ്മൾ നിർത്താതെ കുടിക്കുന്ന സമയത്ത് എക്കിള്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ വായു പുറത്തേക്ക് പോവാതെ ചിലൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ എക്കിളെന്ന് പറയുക. എക്കിളെടുക്കുമ്പോൾ പലരും പറയുന്നത് വെള്ളം കുടിക്കാനാണ്. വെള്ളം എങ്ങനെ കുടിക്കണം? നിർത്തി കുടിക്കണം. വീണ്ടും നമ്മൾ നിർത്താതെ വെള്ളം കുടിച്ചാൽ വീണ്ടും എക്കിള് പോവില്ല. അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 6-മതായി നമുക്കുള്ള മറ്റൊരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് പറയണം. എത്രയോ ആളുകളാണെന്നറിയോ ഈ വെള്ളം ഇങ്ങനെ കുടിക്കാൻ പറ്റാതെ പോകുന്നത് അല്ലേ. തൊണ്ടയിലെ ക്യാൻസറാണ്, വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല, ഉമിനീര് പോലും ഇറക്കാൻ ഉമിനീരില്ല. ഒരാൾ സഹോദരൻ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, അത് തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് ഈ കീമോ ചെയ്ത് ഉമിനീർ ഗ്രന്ഥി നഷ്ടപ്പെട്ടു പോയി, ഉമിനീരില്ല, അതുകൊണ്ട് ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അവസ്ഥയൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, അതൊന്നും റബ്ബേ നീ എനിക്ക് തന്നില്ല, നീ തന്ന വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ എത്രയോ ആളുകൾ വെള്ളം കുടിക്കാനില്ലാതെ വിഷമിക്കുന്നു, എനിക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, അൽഹംദുലില്ലാ. ഇനി മറ്റൊരു സുന്നത്താണ്, വെള്ളം കുടിക്കുമ്പോൾ നാം വെള്ളത്തിലേക്ക് നോക്കി കുടിക്കുക. അതൊരു സുന്നത്താണ്. അതിനൊരുപാട് നമുക്ക് കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ വെള്ളത്തിൽ മുടി ഉണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും അഴുക്കുകൾ പാടയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കുടിക്കാനായിരിക്കാം. അത് നമുക്ക് ഭൗതികമായി പറയാം. പക്ഷേ നബിതങ്ങളുടെ സുന്നത്താണ് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിലേക്കൊന്ന് നോക്കി കുടിക്കുക. അതും സുന്നത്താണ്. അപ്പോൾ മൊത്തം 7 സുന്നത്തുകളാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. ഇനി ചില സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. 1-മത്തേത്, വെള്ളം കുടിക്കാൻ പാടില്ലാത്ത ചില സമയങ്ങളിൽ 1-മത്തേത്, ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഉടൻ തന്നെ. ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇന്നിപ്പോൾ എല്ലാ ഫാഷനായ ആളുകളും ചെയ്യുന്ന പരിപാടി ബെഡ് കോഫി, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചായ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വളരെ മോശപ്പെട്ട, നമ്മുടെ ആ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വായിലുള്ള അഴുക്കുകൾ, ബാക്ടീരിയകൾ, അതൊക്കെ ചീത്ത ഉമിനീര് അതൊക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആ ചായ വിഴുങ്ങുന്നു. എന്ത് സംസ്കാരമാണ്! നബി തങ്ങൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഉടൻ തന്നെ വെള്ളം കുടിക്കരുത്. നമ്മളൊന്ന് വായൊക്കെ കഴുകി ബ്രഷ് ചെയ്ത് ഒതുവൊക്കെ എടുത്ത് റാഹത്തായിട്ട് ഒരു അല്പം വെള്ളം കുടിക്കാം. അല്പം വെള്ളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ തേൻ കലർത്തിയ വെള്ളം നബി തങ്ങൾ കുടിക്കുമായിരുന്നു എന്നാണ്. ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാർ പറയുന്നുണ്ട്, ഡോക്ടർമാർ തന്നെ പലതരത്തിലാണ്. ചില ആൾക്കാർ പറയുന്നു വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ല, ചില ആൾക്കാർ പറഞ്ഞു വെറും വയറ്റിൽ വെള്ളം കുടിക്കാം, അങ്ങനെ പലതരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചിരുന്നു. എങ്ങനെ? ഒരു അല്പം വെള്ളം തേൻ കലർത്തിയിട്ട് നബി തങ്ങൾ കുടിച്ചിരുന്നു എന്ന് കാണാം. പിന്നെ നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നു, സ്വഹാബിമാരും വെള്ളം കുടിച്ചിരുന്നു. ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് 1-2 കാരക്ക, ഈത്തപ്പഴം അത് കഴിച്ചിട്ട് വെള്ളം കുടിക്കുമായിരുന്നു എന്നും നമുക്ക് ചില കിതാബുകളിലൊക്കെ കാണാം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒറിജിനൽ
തേൻ ഇവിടെ കിട്ടാനാ അല്ലേ? വളരെ വിരളമാണ്. ഇതിപ്പോൾ ഈ പഞ്ചസാര ലായനിയും അതുപോലെ ശർക്കര ലായനിയും ഒക്കെയാണ് ഈ തേൻ എന്ന രൂപത്തിൽ വരുന്നത്. സുന്നത്ത് എന്താണ്? തേനിൽ അല്പം വെള്ളം കലർത്തി കുടിക്കലാണ്. ആ കാര്യം ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ ബെഡ് കോഫി എന്ന് പറഞ്ഞ ആ ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ആരൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അത് പാടേ ഉപേക്ഷിക്കേണ്ടതാണ്. അതായത് ഈ പല്ല് തേക്കാതെ വെള്ളം കുടിക്കുന്ന കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. പല്ല് തേക്കാതെ ആ ചീത്ത ഉമിനീര് ഇറക്കുന്ന വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായി നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത ഒരു സമയമാണ് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പ്. ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, എന്നിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെ പാടില്ല. അത് നമ്മുടെ ദഹന പ്രക്രിയയെ ബാധിക്കാൻ കാരണമാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് മുമ്പെങ്കിലും വെള്ളം കുടിക്കലാണ് ഏറ്റവും ഹെൽത്തിയായ രൂപം. ഇത് ഒരുപാട് ഡോക്ടർമാർ പറയുന്നുണ്ട്, ഒരുപാട് ഡോക്ടർമാർ. അതായത് വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പോ 20 മിനിറ്റ് മുമ്പോ, ഭക്ഷണം കഴിച്ചതിന് 20 മിനിറ്റ് ശേഷമോ അരമണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്നാണ്. വെള്ളം കുടിക്കണം ആരോഗ്യത്തിന്. പക്ഷേ ചില സമയത്ത് വെള്ളം കുടിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഉടൻ. 2, ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് അങ്ങനെ കുടിക്കാൻ പാടില്ല. മൂന്നാമത്തേത്, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല. അത് ഒരുപാട് ഡോക്ടർമാർ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണല്ലോ. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർ ശേഷം വുദു എടുക്കൽ നല്ലതാണ്. അതായത് ശരീരം ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കാനോ പിന്നെ വെള്ളം കുടിക്കാനോ പാടുള്ളൂ. അത് വലിയ സുന്നത്താണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാം, പുസ്തകം കുളിക്കണ്ടേ, വലിയ ശുദ്ധി കുളിക്കണ്ടേ? ആയിക്കോട്ടെ, കുളിക്കുന്നതിന് മുമ്പ് വുദു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അതിപ്പോൾ ജനാബത്ത് കുളിയാവട്ടെ, ഏത് കുളിയാണെങ്കിലും കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് വുദു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് ഈ സമയത്തും വുദു എടുക്കൽ നല്ലതാണ്. അപ്പോൾ സംയോഗത്തിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല. അത് ആരോഗ്യത്തിന് കേടാണ്. ഇനി നാലാമത്തേത്, ഒരുപാട് ആളുകൾ പറയുന്നു വ്യായാമത്തിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കരുതെന്നാണ്. നമ്മുടെ ശരീരം നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ നല്ല സുഖമാണ് അല്ലേ? പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് നമ്മുടെ ദഹന പ്രക്രിയ ഉൾപ്പെടെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഭയങ്കര കേടാണ്. ശരീരം ഒന്ന് തണുത്ത് നല്ല വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ചൂടാവുകയാണ്, രക്തോട്ടം ഇങ്ങനെ ഭയങ്കര സ്പീഡായി നടക്കുകയാണ്. ആ സമയത്ത് നല്ല തണുത്ത വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് കേടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ശരീരം ഒന്ന് തണുത്തതിന് ശേഷമായിരിക്കണം കുടിക്കേണ്ടത്. പിന്നെ കുളിച്ചതിന് ഉടൻ തന്നെ, ഇപ്പോൾ കുളിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല. കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് വെള്ളം കുടിക്കണമെന്നാണ്. അതായത് ഈ ബാത്റൂമിൽ കുഴഞ്ഞു വീണ് മരണമുണ്ടല്ലോ, അത് തടയാൻ ഒരു ഡോക്ടർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗം കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കുളിക്കാൻ പോകുന്നതാണ്. ആ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ നമ്മുടെ ശരീരത്തുണ്ടാവുകയും പിന്നീട് നമ്മുടെ ശരീരത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാവില്ല. തലച്ചോറ് മനസ്സിലാക്കും വെള്ളം വരുന്നു എന്നുള്ളത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ചാടി കുളിക്കുന്നു, അല്ലെങ്കിൽ ഷവർ തുറന്ന് കുടിക്കുന്നു. പലപ്പോഴും നമുക്ക് സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമാണ്. പണ്ടൊക്കെ നമ്മൾ ഈ കുളത്തിൽ കുളിക്കുമ്പോൾ എങ്ങനെയാ ചാടി കുളിക്കും. പക്ഷെ കാരണവന്മാർ പറയാം അങ്ങനെ ചാടി കുളിക്കരുതെന്ന്. ചാടാം, എങ്ങനെ? അത് 2 or 3 ദിനത്തിന് ശേഷം, അതായത് ആദ്യം തന്നെ നമ്മുടെ കാലുകൾ പതിയെ കുളത്തിലേക്ക് ഇറങ്ങി ശരീരത്തേക്ക് വെള്ളം എത്തിച്ചതിന് ശേഷമായിരിക്കണം പിന്നെ ചാടി വന്ന് കുളിക്കാൻ പാടുള്ളത്. കാരണവന്മാർ പ്രത്യേകം പറയും. കാരണം നേരെ പോയി നമ്മുടെ തല ഈ വെള്ളത്തിലേക്ക് പോയാൽ പലപ്പോഴും പല തലച്ചോറുപരമായ നരമ്പുപരമായ പ്രയാസങ്ങളും ഉണ്ടാവാൻ കാരണമാണ്. ഇനി മറ്റൊന്നാണ്, ഭക്ഷണം കഴിച്ചതിന് ഉടൻ തന്നെ തണുത്ത വെള്ളം ഒരിക്കലും കുടിക്കരുത്. നമ്മൾ കുടിക്കേണ്ട, നമ്മൾ ഇപ്പോൾ നല്ല ഇറച്ചി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒരു അല്പം തണുത്ത വെള്ളം നമ്മുടെ കയ്യിലേക്കൊന്ന് ഒഴിച്ചു നോക്കിയേ. ആ കയ്യിലുള്ള എണ്ണയും കൊഴുപ്പും ഒക്കെ നല്ല ഇങ്ങനെ വെണ്ണ പോലെ നമ്മളിങ്ങനെ കഴുകിയാലും പോവാത്ത രൂപത്തിലാവും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ കയ്യിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നമ്മൾ ഈ ബിരിയാണി കഴിക്കുമ്പോൾ, നെയ്ച്ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത്. ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈ തൊണ്ടയിലൂടെ നമ്മുടെ കുടലിലൂടെയൊക്കെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു കൊഴുപ്പുകൾ, എണ്ണ, അതൊക്കെ നമ്മൾ ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഉറക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഭക്ഷണത്തിന് ശേഷം ഒരിക്കലും തണുത്ത വെള്ളം കുടിക്കരുത്. പിന്നെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഒരല്പം കഴിഞ്ഞിട്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടൻ ചെയ്യാൻ പാടില്ലാത്ത. ഇനി നാളെ ട്രോളുമായിട്ട് വരണ്ട, ഭക്ഷണം കഴിച്ചാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കേണ്ട. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യം. 1, ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ വെള്ളം കുടിക്കരുത്. വെള്ളം കുടിച്ചാൽ അത് ദഹനത്തെ ബാധിക്കും. നമ്മുടെ ഇന്നത്തെ നിത്യജീവിതത്തിൽ ഭയങ്കര പ്രശ്നമാണത് അല്ലേ?
നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ നല്ല പുട്ടും പഴവും ഉദാഹരണം, അല്ലെങ്കിൽ പൊറോട്ട ഇറച്ചി, അതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹത്തോടുകൂടി നല്ല വായിലേക്ക് 1-2 ഉരുളേക്ക് വെക്കുമ്പോൾ തന്നെ അത് ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനെ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നു ഇറങ്ങിപ്പോവാൻ, അതല്ല പറഞ്ഞത്. അതിപ്പോൾ തൊണ്ടയിൽ നമ്മൾ കെട്ടിക്കിടക്കുന്നു, അത് ഉള്ളിലേക്ക് പോകാൻ, അതല്ലാതെ വെറുതെ ഒരു രസം. വെള്ളം കുടിക്കുന്നു, ചോറ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതൊരിക്കലും ചെയ്യരുത്. അത് കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥത തോന്നും. നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് ഉടൻ വെള്ളം കുടിച്ച് വീണ്ടും ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് പെട്ടെന്ന് വയറ് നിറയും. പക്ഷേ എന്നാൽ ഭക്ഷണം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ? വളരെ കുറച്ച് മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചത് കഴിഞ്ഞ് ഉടൻ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ലെന്ന് ഒരുപാട് ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ എന്താണ്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളത് ഒഴിവാക്കാത്തൊരു കാര്യമാണ്. നമുക്ക് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വെള്ളം കുടിക്കണം. പക്ഷെ അതെന്താണ്, നബി തങ്ങളുടെ സുന്നത്തല്ല, അത് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും. ഇനി മുതൽ പതിയെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒന്നാമത്തേത് വെള്ളം കുടിക്കരുത്, ഉടൻ തന്നെ വെള്ളം കുറച്ച് കഴിഞ്ഞിട്ട്. രണ്ടാമത്തേത് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ കുളിക്കരുത്. ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ കുളിക്കരുത്. പണ്ട് കാർന്നോമാർ പറയും, എന്ത്, ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം, ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം. പണ്ട് കാരണവന്മാർ ചൊല്ലേണ്ടത്. അതായത് ഭയങ്കര നമുക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഉടൻ തന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ആദ്യം ഭക്ഷണം വായിലേക്ക് വെച്ച് കൊടുത്ത് ഉടൻ തന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അത് അവരുടെ ശരീരത്തിന് കേടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ കുളിക്കരുത്. മൂന്നാമത്തേത്, ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ പല്ല് തേക്കരുത്. ഉടൻ തേക്കരുത്. ഇനാമലിനെ ബാധിക്കും. ചില ആൾക്കാരുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല ബിരിയാണി, നല്ല ചോറും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഉടൻ തന്നെ ഒന്ന് പല്ല് തേച്ചേ നമുക്ക് വായക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. ഒരല്പം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചിലപ്പോൾ ഇവിടെ ഇറച്ചിയും അവിടെയൊക്കെ ഇറച്ചി ഉണ്ടാവും, അതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം പല്ല് ഉടൻ തന്നെ പല്ല് തേക്കരുത്. അതെന്താണ്, ഇനാമലിനെ, നമ്മുടെ ഈ വെള്ള ഉണ്ടല്ലോ അതിനെ ബാധിക്കും. പിന്നെ ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ കിടക്കരുത്. അത് മറ്റൊരു കാര്യം. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും, ഈ പറയുന്ന ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും എന്താണ്, കിടക്കരുത് എന്ന് പറഞ്ഞാൽ ഉറങ്ങരുതെന്നാണ്. ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ കിടന്ന് ഉറങ്ങരുത്. ചിലപ്പോൾ നമുക്കൊന്ന് ആദ്യം ഇരിക്കും, പിന്നൊന്ന് ചരിഞ്ഞ് നമ്മൾ കിടക്കും. പക്ഷേ അങ്ങനെ കിടന്നാലും നമ്മളെന്താണ്, ഒന്ന് എഴുന്നേറ്റ് പോവുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഉറങ്ങരുത്. പ്രത്യേകിച്ച് രാത്രി ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ കിടന്ന് ഉറങ്ങരുത്. അത് നമ്മുടെ ഭക്ഷണം ദഹിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. ഭക്ഷണം കഴിച്ചാൽ ഒരു അരക്കാതം, അല്ലെ, അത്താഴം കഴിച്ചാൽ അരക്കാതം നടക്കണമെന്നൊക്കെ ഈ കാർന്നോമാർ പറയാറുണ്ട്. കുറച്ച് ഒരു 10-20 മിനിറ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കിടക്കാൻ പാടുള്ളൂ. അഞ്ചാമത്തേത്, ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാനും പാടില്ല. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. ഇനി എപ്പോഴാണ് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത്? നമുക്ക് ഹദീസുകളിൽ നിന്നും നമുക്ക് അതുപോലെ തന്നെ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്ന, നമ്മൾ ഇന്നത്തെ ഡോക്ടർമാരൊക്കെ പഠിപ്പിച്ചു തരുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത ചില സമയങ്ങൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 വമ്പൻ നല്ല സുന്നത്തുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം ശ്രദ്ധിച്ച് ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നു, അൽഹംദുലില്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് പറയുന്നു. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറയുന്നുണ്ടോ, ആരൊക്കെ എന്തൊക്കെ മനസ്സിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ ഞങ്ങളുടെയൊക്കെ ഈ പറയുന്ന നല്ല കാര്യത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ. എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും, സങ്കടങ്ങളും, രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ. അല്ലാഹു മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.